ബ്ലോക്ക് ബസ്റ്റർ റിപ്പോർട്ടുമായിട്ട് ആറാമത്തെ ദിവസത്തിലേക്ക് എത്തപ്പെട്ട മാർക്കോ എന്ന ചിത്രത്തിന്റെ പ്രധാന എതിരാളിയായിട്ട് ക്ലാഷ് റിലീസായിട്ട് ബറോസ് എന്ന് പറയുന്ന ചിത്രം ഇന്ന് തിയേറ്ററിൽ എത്തിയല്ലോ. അപ്പോൾ മാർക്കോ എന്ന ചിത്രത്തിന് ശരിക്കും വെല്ലുവിളിയാണോ ബറോസ് എന്നും അതുപോലെ മാർക്കോ എന്ന ചിത്രം ഇപ്പോൾ ഇന്ന് ആറാം ദിവസം ബോക്സ് ഓഫീസിൽ എങ്ങനെ പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ പറയട്ടെ, രണ്ടഭിപ്രായം സമ്മിശ്ര പ്രതികരണം ഏറ്റുവാങ്ങിയ ബറോസ് എന്ന് പറയുന്ന ചിത്രം മാർക്കോ എന്ന ചിത്രത്തിന് ശക്തനായ എതിരാളി തന്നെയല്ല. ആ ഒരു ചിത്രത്തിന്റെ വരവ് മാർക്കോ എന്ന ചിത്രത്തെ യാതൊരു വിധത്തിലും ബാധിക്കില്ല. അത്തരത്തിലാണ് ബറോസ് എന്ന ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ ചിത്രത്തിന് കിട്ടിയ റിവ്യൂസും കാര്യങ്ങളും. എന്നാൽ ആറാമത്തെ ദിവസത്തിൽ ബറോസ് എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ എത്തിയിട്ടും ഇന്നലത്തെ ആ ഒരു രീതിയിലുള്ള ബുക്കിംഗ് തന്നെയാണ് ബുക്ക് മൈ ഷോ ആപ്പിൽ മാർക്കോ എന്ന ചിത്രത്തിന് ഇപ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ളത്. മണിക്കൂറിൽ 7000 അടുത്ത ടിക്കറ്റ്സുകൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം മാർക്കോ എന്ന ചിത്രത്തിൻ്റെത് സോൾഡ് ഔട്ട് ആവുന്നുണ്ട്. ഇന്ന് ക്രിസ്തുമസ് ദിവസമാണ്, 25-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ ബറോസ് എന്ന് പറയുന്ന ചിത്രം വന്നതിൽ ഇന്ന് സ്ക്രീനും കാര്യങ്ങളെല്ലാം ഇത്തിരി കുറഞ്ഞിട്ടുണ്ടായിരിക്കും മാർക്കോ എന്ന ചിത്രത്തിന്. നാളെ മുതൽ മാർക്കോ എന്ന് പറയുന്ന ചിത്രം അതെല്ലാം തിരിച്ചു പിടിച്ചിരിക്കും. അമ്മാതിരി റേഞ്ച് ആണല്ലോ ചിത്രത്തിന്. തുടർച്ചയായി 5 ദിവസങ്ങളിലും ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം 100K മുകളിൽ ടിക്കറ്റ്സുകളാണ് 24 അവേഴ്സിൽ മാർക്കോ എന്ന ചിത്രത്തിൻ്റെത് സോൾഡ് ഔട്ട് ആയത്. ആറാം ദിവസമായി ഇന്നും 100K മുകളിൽ ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആവും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ബറോസ് മൂവി കണ്ടവർക്ക് നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കാം. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനോ ജിനാസ്. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.